2024 നടന്ന വലിയ പ്രഖ്യാപനം ഉണ്ടാവുന്നു. ആ വലിയ പ്രഖ്യാപനം തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയായിട്ട് വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന ഫാൻസ് ക്ലബ്ബ് മാറുന്നു. പക്ഷേ ആ പേരിൽ മാത്രമേ മാറ്റമുണ്ടായിട്ടുള്ളൂ. അതിനുശേഷം നടന്ന എല്ലാ പ്രധാനപ്പെട്ട പരിപാടികളിലും നമ്മൾ കാണുന്നത് താരത്തെ കാണാൻ വരുന്ന ആരാധകരുടെ സംഗമമാണ്. അതിനെ ഞാൻ പൊളിറ്റിക്കൽ റാലി എന്ന് പോലും വിശേഷിപ്പിക്കില്ല. അത് താരത്തെ കാണാൻ വരുന്ന ആരാധകരുടെ സംഗമം മാത്രമായിരുന്നു. അത് പലയിടങ്ങളിൽ നിന്ന് ആളുകൾ വണ്ടി പിടിച്ചു വരും, കുട്ടികളെയും കൊണ്ട് തോളിലേറി പോകും. അങ്ങനെ ഉത്സവം കാണാൻ പോകുന്നത് പോലെ, ഒരു ഫെസ്റ്റിവൽ മൂഡിലേക്ക് വരുന്നത് പോലെയാണ് ആളുകൾ വിജയിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത്. കാരണം വിജയ് പങ്കെടുക്കുന്ന പരിപാടിയിൽ ആർക്കെതിരെയാണ് വിജയ് അമ്പ് ചെയ്യുന്നത്? വിജയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, DMK അധികാരത്തിൽ നിന്ന് താഴെയിറക്കുക. അതാണ് നമ്പർ 1 വിജയിയുടെ ലക്ഷ്യം, പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ന് നാമക്കലിൽ പോയി പ്രസംഗിക്കുന്ന സമയത്തും കരൂരിൽ പോയി പ്രസംഗിക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചത് ആരെയാ? സെന്തിൽ ബാലാജിയാണ്, DMK ആണ്. എയർപോർട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു, ഇപ്പോൾ എയർപോർട്ട് എവിടെ എന്നാണ് ചോദിക്കുന്നത്. വിജയ് BJPക്കെതിരെ ശക്തമായി സംസാരിക്കുന്നത് പിന്നീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിജയ് ആദ്യം ലക്ഷ്യം വയ്ക്കുന്നത് DMK, രണ്ടാമത് ലക്ഷ്യം വയ്ക്കുന്നത് മോദിക്കെതിരെ, മൂന്നാമതാണ് ADMKക്കെതിരെ സംസാരിക്കുന്നത്. ഇതാണ് വിജയിയുടെ ഒരു പ്രയോറിറ്റി, പൊളിറ്റിക്സിലെ പ്രയോറിറ്റി എന്ന് പറയുന്നത്.